ഹായ്. ഒരു ജോലി നേടുക എന്നുള്ളത് റൈറ്റ് ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം നേടാൻ പറ്റുന്ന ഒന്നല്ല. മറിച്ച് നിങ്ങൾ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുത്തിട്ടാണ്. നിങ്ങൾ ജോലിക്ക് പെർഫെക്റ്റ് ഫിറ്റാണെന്ന് തെളിയിക്കാനുള്ള ആദ്യത്തെ അവസരമാണ് ഇൻ്റർവ്യൂ. എന്നാൽ പലപ്പോഴും പല കാൻഡിഡേറ്റ്സും ഇൻ്റർവ്യൂ പ്രോസസ്സിൽ മിസ്റ്റേക്സുകൾ കാണിക്കാറുണ്ട്. ഇത് അവരുടെ അവസരത്തെയും ബാധിച്ചിട്ടുണ്ട്. അൺപ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് മുതൽ കൃത്യമായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ എംപ്ലോയേഴ്സിന് നിങ്ങളോടുള്ള ഒപ്പീനിയൻ വലിയ വ്യത്യാസം വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂസിന് മുമ്പ് പലരും നെർവസായിട്ട് കാണാറുണ്ടെങ്കിലും അതിന് പ്രധാന കാരണം നമ്മൾ ഇൻ്റർവ്യൂ മിസ്റ്റേക്ക് വരുത്തുമോ നമ്മുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒക്കെയാണ്. ഇത് നമുക്ക് പ്രിപ്പറേഷൻസിലൂടെ മാത്രമേ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ മാറ്റാൻ കഴിയത്തുള്ളൂ. ഇന്നിപ്പോൾ പലരും ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ പലരും ജോലി നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർവ്യൂ സമയത്ത് പലരും കാണിക്കുന്ന 10 കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മോൺ സ്റ്റാക്ക്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കും കൂടെ IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. ഇൻ്റർവ്യൂവിൽ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കാണ് അറൈവിങ് ലേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് ലേറ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാക്ക് ഓഫ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഒന്നും ഇൻ്റർവ്യൂവർ നൽകിയ സമയത്തിന് വില കൽപ്പിക്കാതെയും ഇൻ്റർവ്യൂവറിൻ്റെ സമയത്തിന് വാല്യൂ കൽപ്പിക്കാത്തതും ഒക്കെ ആയിട്ടൊരു കാൻഡിഡേറ്റായിട്ട് നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്യുക. ഇൻ്റർവ്യൂവിന് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും മുമ്പ് എത്തുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് നിങ്ങൾക്ക് അവിടെ എത്തുന്ന റിലാക്സ് ആകാനും ആ ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ പല കമ്പനീസും ഓൺലൈനായിട്ട് ഒക്കെ ഇൻ്റർവ്യൂ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾ മിനിമം 5 മിനിറ്റ് മുമ്പെങ്കിലും അവരുടെ ഓൺലൈൻ ലിങ്ക് ആക്ടിവേറ്റ് ആവാറുണ്ട് പല സമയത്തും. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇൻ്റർവ്യൂവിന് ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കുക. ഫോർമലായിട്ടുള്ള ഡ്രസ്സ് തന്നെ ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ് ആയിരിക്കുക. നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അധികം ബഹളമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തിരിക്കുക. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എത്രയാണെന്നൊക്കെ ഉള്ളത് ടെസ്റ്റ് ചെയ്യുക. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് fast.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് വരുന്ന മിസ്റ്റേക്കാണ് ഡ്രസ്സിങ് ഇൻഅപ്രോപ്രിയേറ്റ്ലി എന്ന് പറയുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സത്യം. നിങ്ങളുടെ അപ്പിയറൻസ് ഇൻ്റർവ്യൂവിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരുപാട് കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഓവറായിട്ട് ഡ്രസ്സ് ചെയ്യിക്കുന്നതൊക്കെ കമ്പനി കൾച്ചർ മനസ്സിലാക്കാത്തതോ, അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് മുമ്പ് കമ്പനി ഡ്രസ് കോഡ് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഇൻ്റർവ്യൂവിന് അൺപ്രിപ്പയർഡ് ആയിട്ട് പോവുക എന്നുള്ളത്. കമ്പനിയുടെ വാല്യൂസോ സർവീസോ ക്ലയൻസിനെയൊക്കെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങൾ റോളിൽ ജെന്യുവനായിട്ട് ഇൻട്രസ്റ്റ് അല്ല എന്നുള്ളതായിരിക്കും. ദെൻ സ്പെസിഫിക്കലി നിങ്ങൾ കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എല്ലാ സ്കിൽസും എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് കമ്പനിയുടെ സക്സസ്സിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് കൂടി പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ അത് ബാക്കിയുള്ള കോമ്പറ്റീറ്റീവായിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എഡ്ജ് തരുന്നതാണ്. പലരും ഇൻ്റർവ്യൂ സമയത്ത് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നെഗറ്റീവ് ബോഡി ലാംഗ്വേജായ സ്ലോച്ചിങ്, ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട്, പിന്നെ ഒരുപാട് വെപ്രാളം കാണിക്കുന്നത്, ഇതൊക്കെ ഇൻ്റർവ്യൂയുടെ മുമ്പിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ചിലർ ഇൻ്റർവ്യൂവിൽ ഒരുപാട് സംസാരിക്കും, ചിലർ ഇൻ്റർവ്യൂവിൽ ഒന്നും സംസാരിക്കില്ല. സോ ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ടോക്കിംഗ്, അല്ലേ? നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെലവൻ്റ് ആയിരിക്കുക. പലപ്പോഴും നമ്മൾ ഓവറായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനും അൺറെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഇൻ്റർവ്യൂവറിന് അരോചകമാക്കുകയും ചെയ്യും. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഓരോ ക്വസ്റ്റ്യനും ടു ദ പോയിൻറ്റ്, കൺസൈസ് ആൻഡ് പ്രിസൈസ് ആയിട്ടായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. വേറൊരു കാര്യം പറയാനുള്ളത്, പ്രീവിയസ് എക്സ്പീരിയൻസിനെ കുറിച്ചോ പ്രീവിയസ് കമ്പനിയെ കുറിച്ചൊക്കെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ടീം പ്ലെയർ അല്ല എന്നുള്ളതും അത് നിങ്ങളുടെ പ്രൊഫഷണലിസത്തിനെയും ചോദ്യം ചെയ്യുന്നതാണ്. ദെൻ പലരും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിട്ട് ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചേരാൻ ആഗ്രഹിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ അതൊരിക്കലും ഇൻ്റർവ്യൂവറിനെ ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ടാകരുത്. ഇടയ്ക്ക് സംസാരിക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇൻ്റർവ്യൂവിൽ ആക്റ്റീവ് ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കൂടാതെ ഇൻ്റർവ്യൂവറിനെ ഓരോ ക്വസ്റ്റ്യനും ചോദിച്ചത് കംപ്ലീറ്റ് ചെയ്യാനും അനുവദിക്കുകയും ചെയ്യണം. നമ്മൾ പലപ്പോഴും ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യന് മാത്രം ആൻസർ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഒരിക്കലും ഇൻ്റർവ്യൂ അങ്ങനെ ആകാൻ പാടില്ല. ഇൻ്റർവ്യൂ ഒരു 2-way കോൺവെർസേഷനാണ്. നിങ്ങളെക്കുറിച്ച് ഇൻ്റർവ്യൂവറിന് മനസ്സിലാക്കാനും ഇൻ്റർവ്യൂവിനെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആദ്യത്തെ അവസരമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സമയത്ത് ഇൻ്റർവ്യൂയുടെ കമ്പനിയുടെ ലോങ് ടേം ഗോൾസ് എന്താണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവിൻ്റെ കാൻഡിഡേറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്, ലോങ് ടേം കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്കൊരു ഇമ്പ്രഷൻ ഉണ്ടായിരിക്കും. ലോങ് ടൈം കരിയർ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലോങ് ടൈമിൽ നിങ്ങളുടെ കമ്പനിയിൽ നിൽക്കും എന്നൊരു വിശ്വാസവും കോൺഫിഡൻസും ഇൻ്റർവ്യൂവറിന് ഉണ്ടാകുകയും ചെയ്യും. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണല്ല. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂവിനല്ല, നമുക്ക് ഏതൊരു സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ അതിനു മുമ്പ് സൈലൻ്റ് ആക്കിയോ സ്വിച്ച് ഓഫോ ഒക്കെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങളുടെ ഫോൺ ബെല്ലടിച്ചാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു ഫോൺ ബെല്ലടിച്ച് നിങ്ങൾക്ക് ഫോക്കസ് നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ ഇത് ഇൻ്റർവ്യൂവിനോട് ഡിസ്റെസ്പെക്റ്റും ആണ് കാണിക്കുന്നത്. ദെൻ പലരും ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു, പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാത്തത് ഒരു സിനാരിയോ ആണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലുണ്ടായ അനുഭവത്തെക്കുറിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട്, അതുമല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവർ സമയം അനുഭവിച്ചിട്ട് ഓപ്പർച്യൂണിറ്റി നൽകിയതിനൊക്കെ ഇൻ്റർവ്യൂ താങ്ക് ചെയ്തുകൊണ്ട് ഒരു മെയിൽ അയക്കാവുന്നതാണ്. ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കും. ഫോളോ അപ്പ് മെയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 12 മണിക്കൂറിൽ തന്നെ അയക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. കമ്പനിയെക്കുറിച്ച് ഡെഫിനറ്റ്ലി ഇൻഡെപ്തായിട്ട് നോക്കുക. കാരണം കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയാൽ കമ്പനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അതിൽ ഏത് ടൈപ്പ് ഓഫ് കോണ്ടൻറ്റാണ് കമ്പനി പോസ്റ്റ് ചെയ്യുന്നതെന്നും കമ്പനിയുടെ കസ്റ്റമേഴ്സ് ഏത് ലെവലാണോ അല്ലെങ്കിൽ MNCs ആണോ സ്മോൾ ലെവലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കമ്പനി ചെയ്യുന്ന കമ്പനിയുടെ വാല്യൂസ്, ഗോൾസ്, ലോങ് ടൈം ഗോൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി മനസ്സിലാക്കുക. കമ്പനിയുടെ കീ റോൾസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച് മനസ്സിലാക്കുക. അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ചെയ്യുന്ന അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇതൊന്നും അല്ലാതെ നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ സ്കിൽസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ബ്രഷ് ചെയ്യുക. ഗൂഗിളോ ജെമിനിയോ ChatGPT ഉപയോഗിച്ചിട്ട് അതിന് റിലവൻ്റ് ആയിട്ടുള്ള ആ ജോബിലോട് റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും ബെറ്റർ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻ്റർവ്യൂ സമയത്ത് പലരും ചെയ്യുന്ന 10 മിസ്റ്റേക്സിനെ കുറിച്ചും എങ്ങനെയാണ് കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി. ഈ വീഡിയോ വളരെ വാല്യൂബിൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.